ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ചീസി ആയിട്ടുള്ളൊരു ചിക്കൻ പിസ്സയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡവ് നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടുവെള്ളം എടുക്കുമ്പോൾ നമ്മൾ ചൂട് കൂടി പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ഈസ്റ്റ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റോ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 200 ഗ്രാം മൈദയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റിലെ അത് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇതവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ കൂടെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇതൊരു ലിഡ് വെച്ചിട്ട് മൂടി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലേ ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതവിടെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴക്കരുത്. ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഈ മാവൊന്ന് വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതവിടെ ഒരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡവ് നമ്മൾ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പിസ്സൻ്റെ ഒരു ഷേപ്പ് തന്നെ സൈഡിൽ കുറച്ച് കട്ടിക്ക് നമ്മൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് സെൻറ്ററിലൊക്കെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് പിസ്സൻ്റെ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിസ്സൻ്റെ സോസ് ഇതാ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മൊസറല്ല ചീസാണ് കേട്ടോ. അപ്പോൾ ചീസ് നമ്മൾ അത്യാവശ്യം ഇതിലേക്ക് നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മൊസറല്ല ചീസ് നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ റെഡും അതുപോലെ യെല്ലോ കളറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറുതായി അരിഞ്ഞിട്ടുള്ള ബോൺലെസ് ചിക്കൻ
ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കൂടെ ലൈക്കും ചെയ്യണേ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത് നമ്മൾ കേക്കൊക്കെ ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കൂലേ, അതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.